എടാ ബദ്ലഹേം കുടുംബ യൂണിറ്റ് അടിപൊളി പടം മോനെ, അടിപൊളി പടം. എന്താ പറയാ, ഒരു ഓം ശാന്തി ഓശാനയും തട്ടത്തും മറിയത്തും ഒരുമിച്ച് കണ്ടൊരു ഫീല്. സി ഗിരീഷ് ഏടി എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ഉണ്ടല്ലോ, ഞാൻ പറയട്ടെ, ഇപ്പോഴത്തെ പടത്തിനൊന്നും ഉണ്ടല്ല, എത്ര നല്ല പടം എന്ന് പറഞ്ഞാലും അതിനൊന്നൊരു റിപ്പീറ്റ് വാല്യൂ ഇല്ലാത്തൊരു കാലഘട്ടമാണ് ഇതെന്ന് പറയുന്നത്. ഇനി ഏത് പടം എടുത്ത് നോക്കിക്കോ, എല്ലാ പടവും ഇപ്പം ഇറങ്ങുന്ന എല്ലാ പടവും നമ്മൾ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ കാണും. പിന്നെ എന്താ പറയല്, റിപ്പീറ്റ് ആയിട്ട് നമ്മ ടി വിയിൽ വന്നാൽ കാണണമെന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണം മാത്രമായിട്ട് ഇതെടുക്കണം. ലൂസിഫർ ലൂസിഫർ നമ്മൾ ഒന്നോ രണ്ടോ പോട്ട് 10 പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കാണാം ഇല്ല. കാരണം എന്താ, അതിനൊന്നൊരു റിപ്പീറ്റ് വാല്യൂ ഇല്ല. ബിക്കോസ് എന്താ പറയല്, സ്ക്രീൻ പ്ലേ, ബിക്കോസ് ഓഫ് ദ സ്ക്രീൻ പ്ലേ. ലൂസിഫർ എന്ന് പറഞ്ഞ പടം എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രീൻ പ്ലേയിൽ ഒരു മികവ് ഉള്ളൊരു സിനിമയല്ല, കഥയിലും മികവൊന്നുമില്ല ഇത്. അതെന്തുകൊണ്ടാണ് ഹിറ്റായെന്ന് വെച്ചാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതിൻ്റെ മേക്കിംഗ് വൈസാണ് അത് കയറിപ്പോയത്. ഇപ്പോൾ എല്ലാ പടം എടുത്തു നോക്കിക്കോ. ഇപ്പോൾ നമ്മൾ ഹിറ്റ് എന്ന് പറയും, ഇപ്പോൾ ഡി സി എന്തുകൊണ്ട് ഹിറ്റായത്, ആ BGM-ഉം ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എന്താ പറയുക, എല്ലാം എന്താ പറയല്, എല്ലാ തരത്തിലുള്ള മേക്കിംഗ്, കളർ ഗ്രേഡിങ്, മേക്കിംഗ് വൈസും അനിരുദ്ധിൻ്റെ BGM കണക്കായിട്ടാണ് അത് എന്താണ് ഹിറ്റായത്. അല്ലാണ്ട് അത് സ്ക്രീൻ പ്ലേയിൽ അടിപൊളിയാണെന്നോ സ്റ്റോറി വൈസ് അടിപൊളിയാണെന്നോ, സ്റ്റോറി വൈസ് അത്യാവശ്യം കൊള്ളാം, പക്ഷേ അത് ഗംഭീര സംഭവം നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും അത് ഹിറ്റാവും. പക്ഷെ ഉണ്ടല്ല, ഒരു ചെറിയൊരു നമ്മ കണ്ടു മടുത്ത കഥ, പക്ഷെ അത് യാതൊരു അങ്ങനത്തെ ഒരു ഫീല് തരാതെ സ്ക്രീൻ പ്ലേയിൽ ഗംഭീര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ഉണ്ടാക്കി അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ ഗിരീഷ് ഏടിക്ക് കയ്യും പോലെ. സത്യം പറയല, ഗിരീഷ് ഏടിക്കേ കയ്യുമെന്ന് ഞാൻ പറയൂ. കാരണം എന്താ വെച്ചാൽ പുള്ളിയുടെ പടം ഉണ്ടല്ലോ, വലിയ റിപ്പീറ്റ് വാല്യൂ ഉള്ള പടം. തണ്ണീർമത്തൻ എടുത്ത് പോയിക്കോ, റിപ്പീറ്റ് വാല്യൂ ഉണ്ട്. എന്താ പറയല്, നമ്മളെ പ്രേമലുക്ക് റിപ്പീറ്റ് വാല്യൂ ഉണ്ട്. ഏത് ചങ്ങൻ്റെ ഏത് പടം എടുത്ത് നോക്കിയാലും നമുക്ക് അതിൻ്റെ അകത്തൊരു റിപ്പീറ്റ് വാല്യൂ നമുക്ക് ഫീൽ ചെയ്യും. നിവിൻ പോളി, എൻ്റെ മോൻ എന്ത് അഭിനയോ, മമിത ബൈജു, എല്ലാവർക്കും കിട്ടില്ല അഭിനയം. ഒരാൾ വെച്ചാൽ ഒരു കോമഡി പറയുന്ന സമയത്തില്ലേ അത് വെറുപ്പിക്കാണ്ട് പറയണം, മനസ്സിലായില്ലേ? ഇത് കഥ വൈസ് ഓം ശാന്തി ഓശാനയിൽ എന്താണോ ആ കഥ പ്ലോട്ട് എന്നുവെച്ചാൽ ചെറിയ പെണ്ണ് വലിയ വയസ്സുള്ള ഒരാളെ പ്രേമിക്കുന്നു, അതേപോലത്തെ ഒരു ടെംപ്ലേറ്റ് തന്നെ ഇനത്തുള്ളത്. പക്ഷെ ഉണ്ടല്ല, അതിൻ്റെ ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യില്ല, അതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ പോലും നമുക്ക് ഇനത്ത് ഫീൽ ചെയ്യില്ല. അടിപൊളി പടം, സൂപ്പർ പടം. വേറൊരു കാര്യം പറയാനുള്ളത്, ആ ഒരു ഫ്രണ്ട് ഇതുണ്ടല്ലോ, അവരെ ഗ്യാങ് ഉണ്ടല്ലോ, നിവിൻ പോളിൻ്റെ ഈ പടത്തിലുള്ള ഗ്യാങ്, ശരിക്കും നമുക്ക് ആ വേൾഡിൽ നമുക്ക് ജീവിക്കാൻ തോന്നും. ആ ഒരു എന്താണ്, ആ ഒരു അവരെ ഒരു നമുക്ക് ആ ഒരു വേൾഡിൽ നമുക്ക് ജീവിക്കാൻ തോന്നും. അത് ശരിക്കും റിയാലിറ്റി ആയാലോ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും, അത്ര കിടിലം പടം. പിന്നെ എന്താ പറയല്, അവരെ കോംബോ ഉണ്ടല്ലോ, അവർ ശരിക്കും ഒന്നിച്ചിരുന്ന് ജീവിതത്തിലും അവരെ ഒന്നിച്ചിരുന്നെങ്കിലെന്ന് നമുക്ക് ആ ഒരു ഫീൽ നമുക്ക് വരും. കിടിലം പടം, അടിപൊളി പടം. എവിടെയും ഒരു ലാഗില്ല, എവിടെയും വെറുപ്പിച്ചിട്ടില്ല. കിടിലം പടം, മസ്റ്റ് വാച്ചാണ്. ആൻഡ് ഇതേപോലത്തെ റിപ്പീറ്റ് വാല്യൂ ഉള്ള പടങ്ങളുണ്ടല്ലോ ഇറക്കണം. ഞാൻ എന്താ പറയല്, ഖലീഫൻ്റെ ട്രെയിലർ ഉണ്ടായിരുന്നു തന്നെ, ഞാൻ സിനിമ കണ്ടില്ല, പക്ഷെ ട്രെയിലർ കണ്ടേരം എനിക്ക് ഏകദേശം ഇതിൻ്റെ പോക്ക് എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലായിട്ട്. വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമുക്കൊരു പടം ഇറങ്ങുന്ന സമയത്ത് എല്ലാ പടത്തിനും ഒരു എല്ലാ തരത്തിലുള്ള ഓഡിയൻസിനും സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ളൊരു പടം വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഗംഭീര പടമാണ് ലൂസിഫർ, ഗംഭീര പടമാണ് DC, ഗംഭീര പടമാണ് KGF. എല്ലാവർക്കും ഇഷ്ടപ്പെടാം ഇല്ല, പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല, അത്യാവശ്യം മെച്ചൂർഡായിട്ടുള്ള യൂത്ത് അല്ലാത്ത ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല.
പക്ഷെ ഈ പടം ഇങ്ങനത്തെ പടം ഉണ്ടല്ല, എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെടും. സത്യം പറയാല, അടിപൊളി പടം, മസ്റ്റ് വാച്ച്.